ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറിയൊന്നും ഇല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറിയുടെ ഒരു എഫക്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരൊറ്റ കറി മതി ചോറ് മുഴുവനായിട്ട് ഉണ്ണാനായിട്ട്. അപ്പോൾ നമ്മൾ പപ്പടം ചെറിയ സ്ക്വയറായിട്ടുള്ള പീസാക്കിയത് എടുക്കുക. പപ്പടമാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത്. അതുപോലെ തന്നെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഈ സ്ക്വയറാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച പപ്പടം വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പം പപ്പടമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയണത്. നമ്മൾ കുറേ കറികളൊക്കെ കഴിച്ചിട്ടുണ്ട്, പപ്പടം വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്, അല്ലാതെ പപ്പട കറിയായിട്ട് നാം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വെറൈറ്റിയാണ്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് ആ എണ്ണ ചൂടാക്കിയിട്ട് കൊച്ചുള്ളി ഇടുക കേട്ടോ. ചെറിയ ഉള്ളി ഇടുക. ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് കൊച്ചുള്ളി ഇല്ലെങ്കിലും സവോള ആണെങ്കിലും യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. എണ്ണയ്ക്കകത്ത് കിടന്ന കൊച്ചുള്ളി നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വെളുത്തുള്ളി ആണെങ്കിലും ഉള്ളി ഐറ്റംസ് എന്താണെങ്കിലും എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മുരിച്ചെടുക്കുക. ലേശം ബ്രൗണിഷ് കളറാവണ വരെ നമ്മൾ മുരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അതായത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ആണെങ്കിലും അല്ലാത്ത ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം കേട്ടോ. അതിനൊന്നും വേറെ പ്രശ്നമില്ല. പിന്നെ കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ പൊടിയുടെ ഒരു ടീസ്പൂൺ ചിക്കൻ പൗഡറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ പൊടി ഇട്ടാ. അപ്പോൾ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തത് ചിക്കൻ്റെ മസാലയായിരുന്നു. അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഈ എണ്ണയിൽ നല്ലപോലെ മുരിച്ചെടുക്കുക. അതായത് ഈ മഞ്ഞൾപ്പൊടി ആണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും എണ്ണയിൽ കിടന്ന് നല്ലപോലെ വറവ് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കുറച്ചധികം നേരം തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളത് നന്നപോലെ മുരിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചമണം മാറിക്കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തത്. അത് ഇതുപോലെ സ്ക്വയർ എങ്ങനെ വെള്ളം അരിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ ഉപ്പ്, അധികം ഒന്നും ഇടണ്ട, അത്യാവശ്യം. കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിക്കുക, കുറച്ചൊരു ലേശം ഉപ്പ് കുറച്ചിട്ടാൽ മതി ഈ കറിക്കകത്ത്. ഇനി ഉപ്പിട്ടിട്ട് നന്നപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇപ്പം ഇതിൻ്റെ പച്ചമണം, അതായത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോഴാണ് അതിനകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ കറിക്കകത്ത് എന്തെങ്കിലും വെള്ളം ഇടയുണ്ടെന്നുണ്ടെങ്കിൽ ചൂടായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാൻ നോക്കുക. ചൂടുവെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് തിള വരുമ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പപ്പടം ഉണ്ടല്ലോ, അത് ഈ തിളയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് പയ്യെ ഇളക്കി കൊടുക്കുക കേട്ടോ. സ്പൂണില്ലെങ്കിലും ചട്ടി എടുത്തിട്ട് നിങ്ങൾ കൈ കൊണ്ട് ഇളക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കറിവേപ്പില ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അടച്ച് വെക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എന്താ തോന്നുന്നറിയോ, നമ്മൾ ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി കഴിക്കില്ല, ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ പപ്പടക്കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമാണ് അറിയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല, ഞാനൊരു വീഡിയോ കണ്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ പുതിയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.